നമ്മൾ കഴിഞ്ഞ സൺഡേ നിർത്തിയിടത്ത് നമുക്ക് ആരംഭിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let's go back to the verse that we ended on last week, 1 Corinthians chapter 10 verses 13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. No temptation has overtaken you except what is common to mankind, and God is faithful. He will not let you be tempted beyond what you can bear, but when you are tempted, he will also provide a way out so that you can endure it. കഴിഞ്ഞ ആഴ്ച അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ വാൺ ചെയ്ത ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. Last week we studied about how Apostle Paul warns the church of Corinth. താൻ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആയി പോകും. He says that if you are not careful, you will be disqualified. സംഭവിച്ചു കഴിഞ്ഞ ചില ചരിത്രപരമായ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. Paul is pointing to the examples that happened prior to them and saying you have to be careful. പുറപ്പെട്ടു വന്ന ഇസ്രായേല്യരുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, അവർ അനുഭവിച്ച അനുഗ്രഹങ്ങളെ നിങ്ങൾ മറക്കരുത്. Paul is pointing to the Israelites that stepped out of their journey and said, don't forget the blessings that they experienced. ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. They experienced the presence of God. ദൈവത്തിന്റെ ശക്തി അവർ അനുഭവിച്ചു. They experienced the strength of God. ദൈവത്തിന്റെ കരുതൽ അവർ അനുഭവിച്ചു. They experienced the provision of God. ദൈവികമായ ഭരണത്തെ അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ അവർ അനുഭവിച്ചു. They experienced the leadership of God. പക്ഷേ അതുവരെ കുറിച്ച് 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. But about them in verse 5 it says God was not pleased with most of them. പഴയ നിയമത്തിന്റെ ആ ഒരു സംഭവത്തെ അവരുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട് കൊരിന്ത്യരോട് ഒരു കോഷ്യനായിട്ട് ഒരു അപായ സൂചനയായിട്ട് 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. Paul is pointing out the picture of what happened in the Old Testament, and as a caution is saying in verse 12, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. So if you think you are standing firm, be careful that you don't fall. എന്നിട്ട് താൻ പറയുകയാണ് 13-ാം വാക്യത്തിൽ, and then he says in verse 13, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. No temptation has come to you except what is common to mankind. ദൈവം വിശ്വസ്തൻ. God is faithful. ആ പരീക്ഷ എന്ന വാക്ക്, that word temptation, ഇംഗ്ലീഷിൽ ടെംപ്റ്റേഷൻ എന്ന് പറയും, മലയാളത്തിൽ പരീക്ഷ എന്ന് പറയും. in English it says temptation, but in Malayalam it means examination. അല്പം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വാസ്തവത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് പ്രലോഭനം എന്നല്ലേ. But in Malayalam, if it was translated, it should have been as temptation. പക്ഷേ മലയാളത്തിൽ പരീക്ഷ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. But in Malayalam it also says it as examination. ഇംഗ്ലീഷിലുള്ള പല ട്രാൻസ്ലേഷൻസ് എടുത്ത് നോക്കിയാൽ പലതിടത്തും ടെംപ്റ്റേഷൻ, ചിലയിടത്തൊക്കെ ട്രയൽസ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നു. In many other English translation it says temptation, but it also uses the word trials. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീക്കിൽ നോക്കി എന്താണ് അർത്ഥം. And just because of that I looked into the Greek. What does it mean? പൈറാസ്മോസ് എന്ന ആ ഗ്രീക്ക് പദത്തിന് 2 അർത്ഥമുണ്ട്. And for that word in Greek there's 2 meanings. ഒന്ന് ഒരു ട്രയൽ, ഒരു പരീക്ഷയുണ്ട്. The first is a trial or an exam. അതുപോലെ തന്നെ ഒരു ടെംപ്റ്റേഷനും ഉണ്ട്. And just like that there's a temptation. 2 സെൻസ് ഇവിടെ ഉണ്ട്. There's 2 senses of the word. അപ്പോസ്തലൻ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ട്രയൽസ് ഉണ്ട്. Apostle Paul is saying to the people, in your lives trials will be there. നിങ്ങളുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷനും ഉണ്ട്. In your life temptation is also there. ഞാൻ അതിനെ ചൂടെ ഞാൻ ധ്യാനിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ്. A thought that came to me when I was meditating on it. പരീക്ഷയോടൊപ്പമുള്ള ചില ടെംപ്റ്റേഷൻ. A temptation that comes in pair with trials. ഈ യോബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കേ. Just look into the life of Job. താൻ പരീക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. There was a time in his life when he was going through trials. പിശാചിന് ദൈവം പെർമിഷൻ കൊടുത്തു ടെസ്റ്റ് ചെയ്തോളാൻ. There was permission granted to the devil by God to test him. ആ ടെസ്റ്റിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കറിയാം.
We know what happened in his life with that test. ആ ടെസ്റ്റിൽ താൻ പ്രൂവ് ചെയ്യുകയാണ് താൻ കൊള്ളാവുന്നവനാണെന്ന്. In that test, he's proving to himself that he is worthy. അതുപോലെ തന്നെ ഇസ്രായേലിയരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ, And just like that, if you look into the life of the Israelites, ദൈവം അവരെ ടെസ്റ്റ് ചെയ്ത ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. there were times when God was testing them. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അത് തന്നെയാണ്. ദൈവം ചിലപ്പോഴൊക്കെ നമ്മളെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. And even in our lives also, it's just like that. There are times when God tests us. ദൈവത്തോടുള്ള നമ്മുടെ ആ ലോയൽറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവം, A God that tests our loyalty towards him. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ശോധന ചെയ്യുന്ന ദൈവം, A God who is testing our trust towards him. നമ്മളെ അതിലൂടെ വളർത്തിയെടുക്കുന്ന ഒരു കർത്താവ്. A God who is growing us in that. ഒരു വശത്ത് ടെസ്റ്റ് ഉണ്ട്. Even though one side there is a test, പക്ഷേ ആ ടെസ്റ്റിനകത്ത് ചില ടെംപ്റ്റേഷൻസും വരാൻ സാധ്യതയുണ്ട്. but there is a chance that in those tests there are temptations. യോബിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. Just look into the life of Job. തന്റെ ജീവിതത്തിൽ താൻ ചില പരീക്ഷയിലൂടെ കടന്നുപോയി. In his life he went through some tests. അതിന്റെ നടുക്ക് ഭാര്യ വന്ന് പറയുകയാണ്, നീ നിന്റെ വിശ്വാസം തിരിച്ചു കളാ. And in the midst of that, his wife was coming and saying, just throw away your faith. യോബ് 1:22 ഇങ്ങനെ പറയുന്നേ, Job 1:22 says, ഇതിലൊന്നും യോബ് പാപം ചെയ്തില്ല. in all this Job did not sin. ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല. He did not charge God with wrong. യോബ് 2:10 റിപ്പീറ്റ് ചെയ്ത് പറയുക. And again it repeats itself in Job 2:10. ഭാര്യയോട് പറയാം, നീ പൊട്ടി സംസാരിക്കുന്നിട്ട് പറഞ്ഞ അവസാനം പറയുക, ഇതിലൊന്നും ഈ യോബതരങ്ങളാൽ പാപം ചെയ്തില്ല. He says, you speak as a foolish woman speaks. In all this Job did not sin with his lips. നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളുടെ നടുവിൽ പ്രലോഭനത്തിന്റെ ഒരു തലം കൂടെ ഉണ്ടെന്ന് നാം മറക്കരുത്. We have to understand that in the midst of the testing in our life there is also a temptation. പുറപ്പെട്ടു വന്ന എക്സഡസ് ജനറേഷനിലേക്ക് നിങ്ങളെ ഒന്നുകൂടെ കൊണ്ടുപോവുകയാണ്. Let me take you back into the generation that got out into an Exodus. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ Exodus chapter 8 verses 2, ദൈവം അവരെ ശോധന ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. what it says about God testing them is like this. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധം നീ ഓർക്കണം. And you should remember that God led you in these ways for 40 years in the wilderness to humble you, to test you, to know what was in your heart, whether you would keep his command. എബ്രായലേഖനം 3:8 അതിനെ കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. And again it says in Hebrews chapter 3 verse 8, മരുഭൂമിയിലെ ചില പരീക്ഷകളെ കുറിച്ച്. it talks about some trials in the wilderness. വാസ്തവത്തിൽ ആ മരുഭൂമിയിൽ അവർ ഒരു പരീക്ഷയിലൂടെ കടന്നു പോവുകയായിരുന്നു. In reality, in that wilderness they were going through a trial. പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോവുകയായിരുന്നു. They were experiencing different levels of different situations. ചില പ്രോഡക്റ്റുകളൊക്കെ മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കിയിട്ട് അവർ ചൂടിനകത്തൂടെയും തണുപ്പിനകത്തൂടെയൊക്കെ കടത്തി വിടാറുണ്ട്. In different experiences they were led through the heat and through the cold. പക്ഷേ ആ ഒരു ടെസ്റ്റിൽ വെളിയിൽ വരുന്ന ആ പ്രോഡക്റ്റ് ഏത് ലെവലിലാണ് എന്നല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. But that product, when it's passed through the heat and cold, when it comes out, it determines its value. എന്ന് പറഞ്ഞതുപോലെ പല അനുഭവങ്ങളിലൂടെ നമ്മെ ദൈവം കടത്തിവിടാറുണ്ട്. And just like that, God leads us through different situations. നോക്കിയേ, ഇസ്രായേൽ മക്കളോട് നോക്കിയേ, അവര് ആ പല ക്ലൈമറ്റിലൂടെ ഒക്കെ പോയപ്പം അവരുടെ മനസ്സിൽ പലത് കയറി വന്നു. Just look at the Israelites when they passed through the different climates, different things came into their mind. അവർക്ക് ഒത്തിരി ഫ്രസ്ട്രേഷൻസ് കയറി വന്നു. There were many frustrations that entered. അവർ പറയുക, ഈ മന്ന കഴിച്ച് ഞങ്ങൾ മടുത്തു. They're saying, oh, we're sick of eating this manna. വാസ്തവത്തിൽ ദൈവം ഒരു ടെസ്റ്റിലൂടെ അവരെ വിട്ടതാ. In reality, God was leading them through a test. പക്ഷേ അവരുടെ ഹൃദയത്തിനകത്ത് ആ ഒരു ടെംപ്റ്റേഷനിലേക്ക് അവർ കടന്നുപോയി. But in their heart they were led into temptation. പലകാലം ഓർക്കണം, നമ്മുടെ പല പ്രതിസന്ധികളുടെ നടുക്കും നമ്മൾക്ക് ചില ടെസ്റ്റുകളിലൂടെ പോകേണ്ടതായിട്ടുണ്ട്, ടെംപ്റ്റേഷൻസിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. One thing we have to understand is the different troubles in our life. There are some tests and temptations that we have to go through. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചിട്ട് പറയുക, ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചേ. And the Israelites are thinking to themselves that this is not what we expected. ഞങ്ങൾ ആഗ്രഹിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ നടന്നേ. What we thought would happen is not happening. ഞങ്ങളൊരു വാഗ്ദത്ത ദേശത്തിന് വേണ്ടി ഇറങ്ങി, അവിടെ ഒന്നും നമ്മൾ എത്തിയില്ല. We got out thinking of a promised land. We haven't reached there. ഇത്രയൊക്കെ ഒത്തിരി ഞങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല. We thought that we would accumulate a lot, but none of that has happened. അവർ ചിന്തിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ
ഒത്തിരി അങ്ങ് വലിയവരാകുന്നു ചിന്തിച്ച് നടന്നില്ല. They thought, oh, our children will become great, but that didn't happen. ഞങ്ങളുടെ ഫ്യൂച്ചർ ഒക്കെ ഭയങ്കര അനുഗ്രഹിക്കപ്പെടാന്ന് ചിന്തിച്ചു, നടന്നില്ല. Our future will be so blessed, but that didn't happen. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പരിഭവമുള്ളവരായി മാറുകയാ. In the midst of the presence of God, they end with complaints. ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് നാം ഇറങ്ങിത്തിരിക്കുമ്പോ, In our life also, when we step out with so many expectations, പലപ്പോഴും നമ്മളും ഒരു സ്റ്റാൻഡ് പോയിന്റിലെത്തും, തിരിഞ്ഞു നോക്കിയിട്ട് പറയും ഇതൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. you might reach a standpoint when you look back and say, oh, this is not what I ഞാൻ expected. ചിന്തിച്ചു എന്റെ മക്കളൊക്കെ ഇങ്ങനെ ലെവലിലൊക്കെ ആകും. Oh, I thought my child would be in this level. ഞാൻ ചിന്തിച്ചു എന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് ഇത്രയും ആകും. I thought my bank deposit would be this high. ഞാൻ ചിന്തിച്ചു എന്റെ ഫ്യൂച്ചർ നല്ലതായി മാറും. I thought my future would end up well. പക്ഷെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഒന്നും ആയിട്ടില്ല. But even when you're saying, oh, nothing we've reached so far, ദൈവം ചില താഴ്ചകളുടെ അനുഭവം മാത്രമേ തന്നിട്ടുള്ളൂ. God has only given experience of lawlessness. പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയാൻ തക്കവണ്ണം നാം ടെംപ്റ്റഡ് ആയി പോകുന്ന ഒരു കാഴ്ച. You may be able to be tempted to say complaints and murmur. നമ്മുടെ ജോലിയെ കുറിച്ച് നമുക്ക് പരിഭവമായി മാറും. You may have complaints about your job. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പരിഭവമായി മാറും. You might have complaints about your life. നമ്മൾ ഈ ടെസ്റ്റിന്റെ നടുക്ക് നമ്മുടെ എല്ലാ തകർച്ചയുടെ നടുവിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ടെംപ്റ്റഡ് ആയി മാറും. You will be tempted to go far away from God in the midst of the temptation. അതാണ് എക്സഡസ് ജനറേഷൻ അല്ലെങ്കിൽ ആ ഇസ്രായേലിയർക്ക് പറ്റിയ ഒരു വലിയ പരാജയം. That is the big failure that happened in the life of the Israelites during the അവരുടെ Exodus. പ്രതീക്ഷകൾക്കൊത്തവണ്ണം കാര്യങ്ങൾ വരാതിരുന്നപ്പോൾ ദൈവത്തെ തള്ളി പറയാൻ തക്കവണ്ണം അവർ ടെംപ്റ്റഡ് ആയി മാറി. When they didn't reach the level that they had expected, they came into a situation where they pushed God away. ഒരു സമയത്ത് വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ചിന്തിച്ചു, മോശ എന്തിയെ? At one time they thought, where is Moses? സീനായി പർവ്വതത്തിലോട്ട് പോയിട്ട് 40 ദിവസമായി. Oh, it's been 40 days since he's gone up to Mount Sinai. ഇതുവരെ ഇവിടെങ്ങും തിരിച്ചു വന്നിട്ടില്ല. Until now he hasn't come down. ജീവനോടുണ്ടോന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. We don't even know if he's alive. ഈ ഒരു സ്ട്രഗിളിന്റെ നടുക്ക് നിൽക്കുന്ന ഇസ്രായേലിയർ, The Israelites who were standing in the midst of the struggle, അവർക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടായി. they had a temptation. നമുക്കും വേണം ഒരു ലീഡർ. We also need a leader. അല്ല, നമുക്കും വേണം ഒരു ദൈവം. No, we also need a God. അവർ ചിന്തിച്ചു, നമുക്ക് നമ്മുടെ മിസ്രൈമിലെ കാളക്കുട്ടിയെ നമുക്ക് കൊണ്ടുവരാം. Oh, let's bring the idols that we had from Mizraim. മോശയില്ല, ലീഡർ ഇല്ല എന്നുള്ള ആ ഭയത്തിന്റെ നടുക്ക് അവര് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം മറിച്ച് ഒരു വിഗ്രഹത്തിലേക്ക് അവർ തിരിഞ്ഞു. Instead of the fear of not having a leader like Moses and turning to God, they turned to idols. ജീവിതത്തിലെ പല സാഹചര്യങ്ങളുടെ നടുക്ക് നമ്മൾ ഇതുപോലൊക്കെയാ. In many situations in our life too, we are like this. എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോ, When we don't know how to move forward, സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോ, when we're going through struggles, ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് പകരം ചില വിഗ്രഹങ്ങളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. instead of turning to God, we turn to idols. പല വിഗ്രഹങ്ങളും നമ്മുടെ ആ കേന്ദ്ര ബിന്ദുവായി മാറും. Our idols will start to make the high priority in our lives. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പ്രതിസന്ധി കടന്നതിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും നമുക്ക് സമയമില്ലാതാവും. When trials come into your life, there will be times when you won't be able to fast and pray. ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാതായി മാറും. Times when you're not able to attend worship. തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറക്കപ്പെട്ട ഒരു അനുഭവമായി മാറും. A situation where all your decisions fly away in the wind. പിന്നെ ജീവിതം മൊത്തം ചില വിഗ്രഹങ്ങളുടെ ചുറ്റുമായി മാറും. Then your life will be centered around idols. ചില അനുഗ്രഹങ്ങളുടെ ചുറ്റുമായിട്ട് അവരുടെ ജീവിതമായി പോയി. They circle themselves around the blessings. ദൈവം കൊടുത്ത ചില അനുഗ്രഹങ്ങളായിരുന്നു ആ പൊന്നൊക്കെ. It was a gold that God had blessed them with. അവരുടെ ചില റെമ്യൂണറേഷൻ ആയിരുന്നു അത്. It was some remuneration for them. പക്ഷേ അതിന് ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങിയവര്. But they started to dance around it. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. On the blessings that God gave them, they started to dance around it. പകൽക്കാലം ഓർക്കണം, പലപ്പോഴും നാമും ഇതുപോലൊക്കെ ആകാറുണ്ട്. Something we have to remember is we are also like this. നാമും ചിന്തിക്കുമ്പോ മറ്റേതാ ഏറ്റവും ബെസ്റ്റ്. We think, oh, that is the best thing. നമ്മളും ചിന്തിക്കും നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാ വലുത്. We think, oh, the blessings that God gave us is the best. ദൈവം തന്ന ജോലിയും ദൈവം തന്ന പണവും ഒക്കെ നമ്മുടെ വിഗ്രഹമായി മാറും. The job and the wealth that He has given us will become our idols. അതിന്റെ ചുറ്റും നൃത്തം ചെയ്യാൻ തുടങ്ങും. And they'll start to dance around it. ദൈവത്തിങ്കിലേക്ക് തിരിയാൻ സമയമില്ലാതായി മാറും. You will have no time to turn to God. ദൈവത്തെ അന്വേഷിക്കാൻ കഴിയാത്തതായി മാറും. A situation where you're not able to seek God.
അനുഗ്രഹങ്ങൾക്ക് ചുറ്റും കുമ്പിടുന്ന ഇസ്രായേലിയർ. An Israelite group that is bowing down to their blessings. നോക്കണം എന്തോ ഇസ്രായേലിയർക്ക് പറ്റിയേ. Look what happened to the Israelites. അവര് അങ്ങനെ ഇരുന്നപ്പം അവർ നേരെ മിദ്യാന്യരിലേക്കും മറ്റ് വിജാതിയരിലേക്കും ഒന്ന് നോക്കി. When it was like that, they looked to the foreigners and to the Midianites. അവരെ തന്നെ അവരും ഈ മിദ്യാന്യരുമായിട്ടും മറ്റ് വിജാതീയരുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. They started to compare themselves to the Midianites. ആരാധനയൊക്കെ എന്തോ രസമാണെന്നറിയാവോ? Oh, how nice is the Moabite worship. അവര് ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ്. Oh, when they go into the presence of God, it's so fun. എന്തോ സന്തോഷത്തോടെ അവർ തിരിച്ചു വരുന്നറിയാവോ? Oh, how happily they're coming back. നമ്മളെ നോക്ക് എന്തെല്ലാം റൂളും റെഗുലേഷനോ നമുക്ക്. How many rules and regulations we have. ഇതെല്ലാം അനുഭവിച്ച് പാലിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി പോയി. After experiencing all this, we've become so frustrated. നമുക്കൊരു ഫ്രീഡവും ഇല്ലെന്നേ. Oh, we don't have any freedom. നോക്കാം മോവാബിനെ ഒന്ന് നോക്ക്. Just look at the Moabites. എന്തോ ഫ്രീഡം അവിടെ. How much freedom they have. എന്തോ ആനന്ദം അവിടെ. How much joy they have. ഇന്നും നമ്മളും ഇതുപോലൊക്കെ പലതും കമ്പയർ ചെയ്ത് പലതിലേക്കും തെറ്റിപ്പോകുന്നവരായി മാറാറില്ലേ? We too, comparing ourselves to such things, don't we deviate in our way? നമ്മൾ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയോ എന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ നമുക്ക് വരാറില്ലേ? Aren't there times that come where we think, oh, how the decisions I took wrong? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ വരാറില്ലേ? Times when we are going further and further away from God. എക്സഡസ് ജനറേഷൻ അവർ ചിന്തിച്ചു. The Exodus generation thought, ഞങ്ങള് ഈജിപ്തിൽ നിന്നും ഇറങ്ങി ഞങ്ങളുടെ വാഗ്ദത്ത ദേശത്തെത്തും. Oh, we stepped out of Egypt and we will reach the promised land. പക്ഷേ എല്ലാ സ്ട്രഗിളും ദൈവം അവർക്ക് ചില ടെസ്റ്റുകളായിട്ട് കൊടുത്തപ്പം, but every struggle when God was testing them, അവർ complainers ആയിട്ട് മാറി. They turned into complainers. അവർ ദൈവത്തെ ടെസ്റ്റ് ചെയ്യുന്നവരായിട്ട് മാറി. They turned into testing God. അവർ ദൈവത്തിന്റെ പ്രൊവിഷൻസിനെ നോക്കി വിലപിക്കുന്നവരായി മാറി. They started looking at the provisions of God and valuing in them. ദൈവിക ലീഡർഷിപ്പിനെ നോക്കി പുച്ഛിക്കുന്നവരായി മാറി. They started grumbling against the leadership of God. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ. Let me say one thing this morning. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വിടും. Sometimes God will send us through some uncomfortable situations. ഇന്നലെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ എന്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ചിലത് ഞാൻ ഇങ്ങനെ കണ്ടു. I saw yesterday in the community day those who were testing their blood. ചിലരൊക്കെ വിറക്കിയാണ് ആ സൂചി കാണുമ്പോഴത്തേക്ക്. Some of them were shivering when they saw that needle. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലാത്ത ചില സിറ്റുവേഷനൊക്കെ ദൈവം നമ്മളെ വിടാറുണ്ട്. God will lead us into situations that are uncomfortable. വേദനാജനകമായ അനുഭവങ്ങൾ വിടാറുണ്ട്. Times that are painful to us. നമുക്ക് മിസറബിൾ ആയിട്ട് തോന്നുന്ന അനുഭവങ്ങൾ വിടാറുണ്ട്. Experiences that are miserable to us. ഭയത്തിലൂടെ വിടാറുണ്ട്. You lead through fear. അവ്യക്തത അൺസർട്ടനിറ്റിയിലൂടെ കടന്നു പോകാറുണ്ട്. Experiences of uncertainty. ഇവയെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്നതാണ് നാം മറക്കരുത്. But don't forget that God is allowing it to happen in our lives. ഇതിന്റെ നടുക്ക് ഇതൊരു എക്സാം ആണ് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. Let us be able to understand that this is an examination. നമ്മുടെ പല പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കും. Before every problem we pray, കർത്താവേ ഇതിനൊരു വിടുതൽ തരണം. God, I need a deliverance for this. ഇതിന്റെ ഒരു മറുപടി തരണം. God, I need an answer for this. ഇതിനൊരു ഉത്തരം തരണം. God, I need an answer for this. പക്ഷേ ദൈവം അതിനെ നോക്കുന്ന ഒരു എക്സാം ഹോൾ ആയിട്ടാ. But God is watching it like an examination hall. നമുക്കറിയാം ഒരു എക്സാമിനേഷൻ ഹാളിൽ എന്താ നടക്കുന്നത്. We know what happens in an examination hall. നമ്മുടെ ടീച്ചർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും, even though they say the teacher is there, നമുക്ക് ഈ എന്തുവാ ലെസൺസ് എല്ലാം പറഞ്ഞു തന്ന ടീച്ചർ തന്നെ അവിടെ എക്സാമിനറായിട്ട് നിന്നെന്ന് പറഞ്ഞാലും, and even though the examiner is a teacher who herself taught us all the lessons, എന്തെല്ലാം നമ്മളെ ഞെരങ്ങിയാലും ഒരു നല്ല ടീച്ചറാണ് അനങ്ങാതെ അവിടെ നിൽക്കും. no matter how much we're frustrated and struggling, if it's a good teacher, ഒരു ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞാലും ആ ടീച്ചർ നമുക്ക് ഉത്തരം പറഞ്ഞു തരത്തില്ല. even if you don't know an answer, the teacher will not tell us. ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ടീച്ചറിനെ കാണാൻ കഴിയട്ടെ. You will see a teacher that remains silent. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ നടുവിലും നാം ഒരു എക്സാം ഹോളിലാണെന്നും നമ്മുടെ ടീച്ചർ സൈലന്റ് ആയിട്ട് നമ്മെ ഒബ്സർവ് ചെയ്യുകയാണെന്ന് നാം മറക്കരുത്. Never forget that in the midst trials of your life, you are in an examination hall and your teacher is examining you. നാം ചിന്തിക്കും അവിടുന്ന് നമ്മുടെ അടുക്കി
എനിക്കില്ല. You will think, oh, they're not near me. നാം ചിന്തിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ല. We'll think my prayers don't have an answer. നാം ചിന്തിക്കും ഇതിനൊരു വിടുതലില്ല. We'll think, oh, there's no deliverance. പക്ഷേ അവിടുന്ന് ദൂരെ അല്ല. But he's not far away. അവിടുന്ന് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. He is standing nearby. അവിടുന്ന് നമ്മെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. He is keeping an eye on us. എങ്ങനെയാ ഈ രോഗത്തിന്റെ മധ്യത്തിൽ നാം പ്രതികരിക്കുന്നത്? How are we going to overcome this world? ഈ വേദനയുടെ അടുക്ക് എങ്ങനെയാ പ്രതികരിക്കുന്നത്? How are we going to respond to this painful ഈ situation? unanswered prayerന്റെ മധ്യത്തിൽ എങ്ങനെയാ നാം പ്രതികരിക്കുന്നത്? How are you going to respond to this unanswered prayer? ഓ എങ്ങനെയാ ഈ റിജക്ഷന്റെ മധ്യത്തിൽ നാം പ്രതികരിക്കുന്നത്? How are you responding to rejection? ഓരോ ട്രയലും ഓരോ ടെംപ്റ്റേഷനും നമ്മുടെ ജെനുവിൻനെസ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന, ജെനുവിൻനെസ്സിനെ പ്രൂവ് ചെയ്യേണ്ടുന്ന തലങ്ങളാണ് നാം മറന്നു പോകരുത്. In every trial and every temptation, you have to understand that it is proving our genuineness of our നമ്മൾ faith. യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ട്രയൽസ്. Our trials prove that we are real Christians. നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികൾ എന്നും അവകാശപ്പെടുന്നവരും അതിൽ അഭിമാനിക്കുന്നവരുമാ. We take pride in calling ourselves Christians. ഒരു ക്രിസ്ത്യൻ ഇവന്റിന് പോകുന്നത് കൊണ്ടല്ല നാം ജെനുവിൻ ക്രിസ്ത്യൻ തെളിയിക്കുന്നത്. We are not genuine Christians because we are attending a Christian event. ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ മുമ്പിൽ പ്രൊട്ടസ്റ്റേഴ്സ് ആയിട്ട് അണിനിരക്കുന്നത് കൊണ്ടല്ല നമ്മൾ ജെനുവിൻ ക്രിസ്ത്യാനിറ്റി പ്രൂവ് ചെയ്യുന്നത്. We're not proving genuine Christianity when we're in a protest against those who persecute us. അതിലുപരി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് പ്രതികരിക്കുവാൻ, ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെടാൻ കഴിയുമ്പോഴാ നാം ജെനുവിനിറ്റി പ്രൂവ് ചെയ്യുന്നത്. But in the midst of that, when we come into the presence of God and when we yield ourselves to His will, that's when we prove our genuineness. ചിലപ്പോഴെങ്കിലും റോങ് ആയിട്ട് പ്രതികരിക്കാൻ തോന്നിയെന്നിരിക്കും. Even though sometimes we want to react the wrong way. പക്ഷേ ആ ട്രയലിന്റെയും ടെംപ്റ്റേഷന്റെയും നടുക്ക് റോങ് ആയിട്ട് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ. But let us be able to not respond in the wrong way in the midst of that trial. ചിലപ്പോൾ ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹപ്പെടുത്തുന്ന തലങ്ങളൊക്കെ വരുമ്പോൾ ഓടി ഒളിക്കാൻ തോന്നിയെന്നിരിക്കും. Though there will be times where discouragement comes and we feel like running away. പക്ഷേ ഓടി ഒളിക്കുന്നതിലൂടെ അല്ല നമ്മുടെ യഥാർത്ഥ ജെനുവിൻനെസ് പ്രൂവ് ചെയ്യുന്നത്. But we don't prove our genuineness by running and hiding. നമ്മളെ ആരെങ്കിലും കുറ്റാരോപണം ചെയ്താൽ നാം അതിന് tit for tat പ്രതികരിക്കാൻ നമുക്ക് തോന്നിയെന്നിരിക്കും. Even though someone falsely testifies against us, we'll feel like responding back. പക്ഷേ ആ ഒരു പ്രതികരണം അല്ല ക്രിസ്തീയ പ്രതികരണം. But it's not that response, that's a Christian response. നമ്മുടെ ജീവിതത്തിന്റെ ട്രസ്റ്റുകളുടെ അല്ലെങ്കിൽ ടെംപ്റ്റേഷന്റെ നടുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ പ്രതികരണം. The real response is when in the midst of our trials and temptation we are keeping ourselves pure. 13-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് അവരോട് പറയുക. In verse 13, Paul is saying to them, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന temptations, the temptations that has come to you, അതിന് ചില സവിശേഷതകളുണ്ട്. there is some commonness to them. ഒന്ന്, അത് കോമൺനെസ്, അത് കോമൺ ആണ്. അത് എല്ലാവർക്കും സാധാരണയായി സംഭവിക്കുന്നതാണ്. It is the common temptation that they experience. പലപ്പോഴും നാം ട്രയൽസിലൂടെയും അല്ലെങ്കിൽ ശോധനകളിലൂടെയും പ്രലോഭനങ്ങളിലും ഒക്കെ കടന്നു പോകും. നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ഒരു ചിന്തയാണ് നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. Though we go through these trials and temptation, a thought that comes is, oh, we are alone. ആരും എന്നെ പോലെ സഹിക്കുന്നില്ല. There is nobody else suffering like me. ആരും എന്നെ പോലെ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നില്ല. Nobody else is going through this problem ഈ like ലോകത്തിൽ me. എന്നെ പോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് ലോകത്ത് ആരുമില്ല. There's nobody as confused as me in the world. ഞാൻ കരയുന്നത് പോലെ ലോകത്ത് ആരും കരയുന്നില്ല. Nobody is crying as much as me in the world. എന്നെ പോലെ രോഗിയായിട്ട് ലോകത്ത് ആരുമില്ല. There's no one as sick as me in the world. ഞാൻ അനുഭവിക്കുന്ന പോലെ വേദന ലോകത്ത് ആരും അനുഭവിക്കുന്നില്ല. Nobody else is experiencing the pain that I'm experiencing. എനിക്കില്ലാത്തതുപോലെ ഫ്രണ്ട്സ് ലോകത്ത് ആർക്കും, എനിക്ക് ഫ്രണ്ട്സേ ഇല്ല. I don't have any friends like the people in the world do. ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള സ്ട്രഗിളിന്റെ മധ്യത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കാറുണ്ട്. In the midst of different struggles in your life, we think we are alone. പക്ഷേ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ട്രയൽസും എല്ലാ ടെംപ്റ്റേഷൻസും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഉള്ളതാണ്. Every trial and every temptation, it is common to everyone. നാം ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലായതെന്ന് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അതിന് എക്സ്ക്യൂസ് ഒന്നുമില്ല. Just because we are a saved believer, we are not excused from it. നമുക്ക് അതിനകത്തൊരു ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. We don't have an immunity from it. യേശു കർത്താവ് ടെംപ്റ്റഡ് ആയിരുന്നുവെങ്കിൽ, if Jesus was tempted,
യേശു കർത്താവിന് അനുഭവങ്ങളുടെ കടന്നു പോകേണ്ടി വരേണ്ടുവെങ്കിൽ, and if Jesus had to go through those experiences, അവയെല്ലാം നമ്മളും കടന്നു പോകേണ്ട ടെംപ്റ്റേഷൻസിന്റെ തലങ്ങൾ തന്നെയാണ്. we too have to go through those experiences. നമ്മുടെ ജീവിതത്തിൽ യേശുവാണ് ഒരു മാതൃകയായിട്ട് നിൽക്കുന്നത്. In our life it is Jesus that stands as the example. അവിടുന്ന് അനുഭവിച്ച ആ ട്രയൽസ്, അവിടുന്ന് അനുഭവിച്ച വ്യഥകൾ, അവിടുന്ന് അനുഭവിച്ച എല്ലാ തരത്തിലുമുള്ള അനുഭവങ്ങൾ നമുക്കും വരാൻ സാധ്യതയുണ്ട്. And every trial and temptation that he experienced, we also have a chance to experience. എന്തുകൊണ്ടായി ഇത് വരുന്നത്? Why does it come? എന്താ ഇത് കോമൺ ആയിരിക്കുന്നത്? Why is this common? കാരണം നമുക്ക് 3 ശത്രുക്കളുണ്ട്. It's because we have 3 enemies. ഒന്നാമത്തെ ശത്രു ലോകം. The first enemy, the world. അതാണ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന എക്സ്റ്റേണൽ ശത്രു. That is what works against us, the external enemy. Worldly system നമുക്കെതിരാ. The worldly system is against us. ലോകത്തിന്റെ പാറ്റേൺ നമുക്കെതിരാ. The worldly pattern is against us. രണ്ടാമത്തെ ശത്രു ഫ്ലഷ്, നമ്മുടെ ഇന്റേണൽ enemy. The second enemy is flesh, our internal enemy. ഈ ശത്രു നമ്മളെ എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ നടക്കുക. And this enemy is always attacking us. മൂന്നാമതൊരു ശത്രു ഉണ്ട്, അത് ഡെവിൾ ആണ്. And we have a third enemy, that's the devil. ഈ പിശാചും ഈ ലോകത്തെയും ഈ ജഡത്തെയും ഉപയോഗിച്ച് നമുക്കെതിരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. And this devil uses the world and the flesh and works against us. ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ ശത്രു നമുക്കെതിരായിട്ട് വാടകോരാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ We have to remember that while this enemy is working against us, സൂക്ഷ്മതയുള്ളവരായിട്ട് മാറണം. we need to be very careful. ഓർക്കണം, പലപ്പോഴും നമ്മുടെ മനസ്സിനെയാണ് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. Sometimes it's the mind that he attacks. നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത്. Sometimes he targets the thinking realm. അവയൊക്കെ കടന്നു വരുമ്പോൾ അത് ഒരു സാധാരണ ചിന്തയാണെന്ന് ചിന്തിക്കാതെ, And when it comes by, don't just think, oh, it's a normal thought. ഇത് ദൈവത്തിന്റെ ഹിതമാണോ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമുള്ള ചിന്തയാണോ എന്ന് നാം ശോധന ചെയ്യാനിടയായി തീരട്ടെ. We need to be able to examine to see, oh, is this a thought that's pleasing to God? ദാവീദിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരട്ടെ. Let me bring you into the life of David. താൻ കടന്നു പോകുന്ന ഒരു സംഘർഷഭരിതമായ അവസ്ഥയായിരുന്നു. He was going through a very difficult time in his life. തന്റെ രാജ്യം ഭയങ്കരമായ ഒരു യുദ്ധത്തെ നേരിടുന്ന സമയം. When his reign was going into a war. തന്റെ പടയാളികളൊക്കെ യുദ്ധക്കളത്തിൽ നിന്ന് അധ്വാനിക്കുന്ന സമയം. When his army was fighting in the battles. അവര് ആ ഒരു തലത്തിൽ രാജ്യം ഒരു പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ, And in that way, when the land was going through a big trouble, താനൊരു ടെംപ്റ്റേഷനിൽ പെട്ട സംഭവം നമുക്കറിയാം. we know when he was fallen into temptation. നമ്മുടെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻസ് എപ്പോഴും ഈ ടെംപ്റ്റേഷന് ബൂസ്റ്റ് കൂട്ടും കേട്ടോ. The frustrations of our lives will always boost these temptations. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പലപ്പോഴും നാം തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാക്കി തീർക്കും. The difficulties in our life will increase the chances of us going in the wrong way. ജീവിതത്തിൽ കടന്നു വരുന്ന നിരാശകൾ നമ്മളെ പലപ്പോഴും തെറ്റിലേക്ക് നടത്താൻ സാധ്യതയുണ്ട്. The disheartenment that comes in our life can often lead us into the wrong way. ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള ആ സംഘർഷങ്ങൾ നമ്മളെ തെറ്റിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ട്. Every failure in our life has a way of leading us off the path. പക്ഷേ അതിന്റെ നടുക്കും കടന്നു വരുന്ന ഓരോ ചിന്തകളെയും ശോധന ചെയ്യുവാൻ തക്കവണ്ണം, But in the midst of that, to be able to examine every thought that comes to your mind. കടന്നു വരുന്ന ഓരോ ചിന്താധാരകളെയും ശോധന ചെയ്യുവാൻ തക്കവണ്ണം, That every thought that comes to your mind to examine. അതിനെ ഫിൽറ്റർ ചെയ്യാൻ തക്കവണ്ണം, To be able to filter that. ഈ ദിവസങ്ങളിൽ ഒരു ദൈവകൃപ നാം ഏറ്റെടുക്കുവാനിടയാകട്ടെ. Let us be able to receive a grace from God for that. ട്രയലിനെയും ടെംപ്റ്റേഷനെയും നോക്കിയിട്ട് ഭക്തൻ ഒന്നാമത് പറയുന്നു, The first thing that Paul says when he looks at the trials and temptations മറന്നു is, പോകുന്നത് എല്ലാവർക്കും സാധാരണയായി സംഭവിക്കുന്നതാണ്. don't forget this is common to all mankind. രണ്ടാമത് ഭക്തൻ പറയുകയാണ്, And secondly, the saint says, നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു വിശ്വസ്തനായ ദൈവത്തെയാണ്. you need to remember that our God is faithful. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ That the ദൈവം. God who called us is faithful. നമുക്ക് കഴിയാത്തതൊന്നും അവിടുന്ന് തരത്തില്ല. He will not give us what we cannot bear. അല്ലെങ്കിൽ അല്പം കൂടെ വ്യക്തമായിട്ട് ഞാൻ എന്റെ ചിന്താധാരയിൽ നിന്ന് പറയട്ടെ, നമ്മുടെ മേൽ തന്റെ കണ്ണുകൾ വെച്ചിരിക്കുന്ന ഒരു കർത്താവ്. Let me say it more clearly, a God who has placed his eye on us. നമ്മുടെ കപ്പാസിറ്റിയെ നോക്കിയിട്ട്, After looking at our capacity, നമ്മുടെ എബിലിറ്റിയെ നോക്കിയിട്ട്, by looking at our ability, നമ്മുടെ മേൽ തന്റെ കണ്ണുകൾ വെച്ചിരിക്കുക. he has kept us in his eye. പൊന്നും വെള്ളിയും ഒക്കെ ഉരുക്കുന്ന പണിക്കാരോട് ചോദിച്ചാൽ, If you look at the smith that melts the gold and silver, അവരുടെ കണ്ണുകൾ ആ ഉലയിൽ കിടക്കുന്ന ആ ലോഹത്തിന്റെ മേലുണ്ട്. his eye is always in the fire watching എന്ന് it. പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കണ്ണുകൾ നമ്മുടെ കണ്ണുമേലുണ്ട്. And just like that, God's eye is always upon us. നമ്മുടെ ലോഡ് ലിമിറ്റ് എത്രമാത്രം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ കപ്പാസിറ്റി അറിയുന്ന ഒരു
ഒരു കർത്താവുണ്ട്. There is a God who knows how much we can load and bear. നമ്മുടെ ഓരോ വ്യക്തിയുടെയും ലോഡ് ലിമിറ്റ് വ്യത്യസ്തമായിരിക്കാം. Every individual may have a different limit. പക്ഷേ ഓരോ വ്യക്തിയുടെയും ലിമിറ്റ് അനുസരിച്ച് അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് അവരുടെ മേൽ കണ്ണുവച്ചിരിക്കുന്ന ഒരു കർത്താവ്. But according to each person's ability and knowing their situation, God has kept his eye on them. ബ്രേക്കിംഗ് പോയിന്റ് അവിടത്തേക്ക് മുമ്പിൽ വ്യക്തമാ. He knows exactly our breaking point. ഏത് ലെവലിൽ വരുമ്പോൾ നാം ബ്രേക്ക് ആവുമെന്ന് അവിടത്തേക്ക് അറിയാം. He knows when which level comes they will break. ഏത് ലെവലിൽ നാം തകർന്നു പോകുമെന്ന് അവിടത്തേക്ക് അറിയാം. He knows exactly which level they'll be broken. അതുകൊണ്ട് തന്നെ തന്റെ കണ്ണുകൾ നമ്മുടെ മേൽ വെച്ചിരിക്കുകയാണ്. And so he has kept his eye on us. തന്റെ കണ്ണുകൾ നമ്മുടെ മേൽ വെച്ചിട്ട് നാം അനുഭവിക്കുന്ന വ്യതകൾക്ക് അതിരുകളെ ഇടുന്ന ഒരു കർത്താവ്. Our God who has kept his eye on us, and in the midst of the trials he's made a way out. നാം വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ കഴിയേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മുടെ മേൽ വെച്ചിരിക്കുകയാണ്. And so that we don't fall to present us before his throne, he has kept his eye on us. ഒരു വശത്ത് തന്റെ കണ്ണുകൾ നമ്മുടെ മേൽ വെച്ചിരിക്കുമ്പോൾ, on one side when he has placed his eye on us, മറുവശത്ത് നമ്മുടെ കണ്ണുകൾ അവിടുത്തെ മേലും വെക്കേണ്ടത് ആവശ്യമാണ്. on the other side our eyes also has to be fixed on him. യോസഫ് ഒരു വലിയ സ്ലേവറിയുടെ നടുക്കായിരിക്കുന്നു. Joseph was going through a big slavery. തന്റെ കൂടെ ആരുമില്ല. There was no one with him. താൻ അനുഭവിച്ച പിതാവിന്റെ വാത്സല്യമില്ല. There is no heritage from his forefathers. ജീവിതത്തിൽ ആരും തന്നോടൊപ്പം ഇല്ലാത്ത നിമിഷങ്ങൾ. An experience where nobody else was with him. ഒരു ട്രയൽ ആയിരുന്നു എന്റെ ലൈഫിൽ അത്. That was a trial in his life. ഒരു ട്രോമയിലൂടെയാണ് താൻ പോയിക്കൊണ്ടിരുന്നത്. He was going through a trauma. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ് സംഭവിച്ചത്. He went through things that no one expected. ഒറ്റപ്പെട്ടു പോയ സമയങ്ങൾ, time when he was left out of his house alone, തള്ളപ്പെട്ടു പോയ സമയങ്ങൾ, when he was pushed away, വിൽക്കപ്പെട്ടു പോയ സമയങ്ങൾ, when he was sold, ഒരു അടിമയാകപ്പെട്ട സമയങ്ങൾ, when he was a slave. അതിന്റെ നടുക്കാണ് എനിക്ക് ആ ടെംപ്റ്റേഷൻ കടന്നു വന്നത്. And it is in the midst of that that the temptation came to പക്ഷേ him. താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. But there is one thing that he says, എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ പാപം ചെയ്യത്തില്ല. I cannot sin before my God. തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു. Before his eyes there was a God. തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു ദൈവത്തിന്റെ ദർശനം ഉണ്ടായിരുന്നു. There was a picture of God before his eyes. അല്ലാ സങ്കീർത്തനക്കാരൻ 16 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ യഹോവയെ വെച്ചിരിക്കുന്നു. That's why the psalmist says in 16 verse 8, I have set the Lord always before me. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ യഹോവയെ വെച്ചിരിക്കുന്നു. I have set the Lord before my eyes. സങ്കീർത്തനക്കാരൻ 101 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്. And the psalmist says in Psalm 101, ഇല്ല ഒരു നീച കാര്യം ഞാൻ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വെക്കത്തില്ല. I will not keep anything wicked before my eyes. സങ്കീർത്തനക്കാരൻ 16 പറയുന്നത് പോലെ ഞാൻ യഹോവയെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാ. And like it says in 16, I have kept the Lord before me. ഇന്ന് പകൽക്കാലം അതാകട്ടെ നമ്മുടെയും ശ്രദ്ധ. Let that also be our focus today. ജീവിതത്തിലെ സംഘർഷങ്ങൾ വരുന്ന അനുഭവങ്ങളുണ്ട്. Yes, there are difficult times in our life. ശോധനയുടെ വേദനയുടെ അനുഭവങ്ങളുണ്ട്. Times of pain and testing. നിന്ദയുടെ പരിഹാസങ്ങളുടെ അനുഭവങ്ങളുണ്ട്. Times of mocking and trials. വേദനയുടെയും രോഗത്തിന്റെയും അനുഭവങ്ങളുണ്ട്. Times of pain and sickness. തിക്താനുഭവങ്ങളുടെ നടുവിൽ നാം പലതും ചെയ്യുവാൻ റോങ് ആയിട്ട് ചെയ്യുവാൻ tempted ആകുമ്പോൾ, but even in the midst of those when we're tempted to do the wrong thing, ചിലതിൽ നിന്നും ഓടി ഒളിക്കുവാൻ നമുക്ക് കഴിയട്ടെ. let's be able to run and hide from such things. ചില വിഷയങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ കഴിയട്ടെ. Let us be able to run away from certain things. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയട്ടെ. Let us be able to stand against the devil. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ജയമേറ്റെടുപ്പാൻ കഴിയട്ടെ. Let us be able to rely on the blood of Christ and gain victory. പ്രാർത്ഥനയിൽ പോരാടുവാൻ കഴിയട്ടെ. Let us be able to war in prayer. ഭക്തൻ പറയുക, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. The saint is saying this is for everyone. നിങ്ങൾ ട്രയലിലൂടെ പോയാലും ടെംപ്റ്റഡ് ആയി പോയാലും ഇതൊക്കെ സർവ്വസാധാരണമാ. Even though you are going to trials and temptation, all of this is common. അതേ സമയത്ത് ദൈവം വിശ്വസ്തനാണെന്നുള്ളൊരു കാര്യം മറക്കരുത്. At the same time, don't forget that God is faithful. ദൈവം വിശ്വസ്തനാണെന്ന് മറക്കരുത്. Don't forget that God is faithful. അവിടുത്തെ കണ്ണുകൾ നമ്മുടെ മേലാണെന്ന് മറക്കരുത്. Don't forget that his eye is on you. നമ്മുടെ കണ്ണുകളും അവിടുത്തേക്ക് തന്നെ ശ്രദ്ധയായിരിക്കട്ടെ. Let us also be able to set our eyes on him. മൂന്നാമത് ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. And thirdly, the saint says is, എനിക്കൊരു യുണീക്ക് എസ്കേപ്പ്, ഒരു അസാധാരണമായ അതിവിശിഷ്ടമായ ഒരു വിടുതല ദൈവം തരാൻ പോകുന്നത്. and God is going to give me a unique escape. നമ്മൾ പല വിഷയങ്ങളിലും ദൈവത്തിന്റെ സന്നിധിയിൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ നാം വിശ്വസ്തരായിട്ട് നിന്നാൽ,
And in many situations when we go through different troubles, if we stand faithful, ദൈവം ഒരുക്കുന്ന വഴി ശ്രേഷ്ഠകരമായിരിക്കും. and the way that God makes for us out is great. അതിന്റെ അവസാന ശോഭനപൂർണമായിരിക്കും. The end will be so glorious. A way of escape എന്ന ആ വാക്ക്, That word, the way of escape. പോക്കുവഴി എന്ന വാക്ക്, The word, the way of escape. അതിനെക്കുറിച്ച് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. There's two definitions for that. ഒന്ന്, ഒരു സ്റ്റോമിനകത്ത് പെട്ടുകിടക്കുന്ന ആ കപ്പലിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തടികളോ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ബോട്ടോ എടുത്ത് രക്ഷപ്പെടുന്ന ആ നാവികരുടെ ഒരു ചിത്രം. The first picture is of a boat that's stuck in a storm when they set another ship out for them to be out escaping. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു മൗണ്ടനകത്ത്, ഒരു മലയുടെ ഇടുക്കിനകത്ത് പെട്ടുപോയ ആ സോൾജേഴ്സ് അവർ പെട്ടെന്ന് വെളിയിൽ പോകുവാൻ ഒരു വഴി കണ്ടെത്തുന്നതാണ്. Or secondly, the picture that's drawn is soldiers who are stuck in the crevices of the mountain when they find a way out. എന്ന് പറഞ്ഞ പോലെ യുണീക്കായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും പറയുന്നിടത്ത് രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി. But in a situation when everyone is saying, oh, there's no way out, a work of God that will bring you out. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പദ്ധതികളും ഇങ്ങനെയാ. നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് യുണീക്കായിട്ടുള്ള ചില വഴികളിലൂടെ, യുണീക്കായിട്ടുള്ള ചില പാതകളിലൂടെ നമ്മെ നടത്തുന്ന ഒരു കർത്താവ്. And this is God's desire for us, that more than we expect to desire, He will lead us in a unique way. ദൈവം തരുന്ന വഴികൾ യുണീക്കാ. The way that God gives us is unique. ദൈവം ഒരുക്കുന്ന പാതകൾ യുണീക്കാ. The way that He sets before us is unique. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ യുണീക്കാ. The works that He does is unique. ശദ്രക്കിനോട് മേശക്കിനോട് അബേദ്നെഗോയോട് ചോദിച്ചു നോക്ക്. Ask Shadrach, Meshach and Abednego. അവ പറയും, ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. They'll say, oh, we were in a big difficult situation. രക്ഷപ്പെടുമോ എന്ന് ഞങ്ങൾക്ക് യാതൊരു ഊഹവുമില്ല. We had no point of escape. പക്ഷേ ദൈവം ഒരുക്കിയ വഴി യുണീക്കാ. But the way God made out was unique. ഇന്ന് പകൽക്കാലം നമ്മുടെ അനുഭവമല്ലേ അത്? Today, isn't that our experience? എത്ര ഇടങ്ങളിൽ നമ്മളെ യുണീക്കായിട്ട് ദൈവം പുറത്തു കൊണ്ടുവന്നു. How many times God led us out in that unique way? നാം ചിന്തിക്കാത്ത വഴികളെ ദൈവം ഒരുക്കി. In unexpected ways He made ways. നാം അറിയാത്ത ആളുകളെ ദൈവം ഒരുക്കി. People we didn't know He arranged. ദൈവദൂതന്മാരെ പോലെ പലരെയും നമ്മുടെ ജീവിതത്തിൽ അയച്ചു. God sent like angels in our lives. ആരും പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ പ്രതീക്ഷകൾ ഉളവായി. When there was no hope, God made hope. തീയുടെ ബലത്തെ കെടുത്തി. He slowed down the strength of the fire. സിംഹത്തിന്റെ വായെ അടച്ചു. He closed the mouth of the lions. ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ്. Oh, the ways of the Lord are different. ദൈവത്തിന്റെ പാതകൾ അതിവിശിഷ്ടമാണ്. The ways of the Lord are great. മറ്റാരും സഞ്ചരിക്കാത്ത ചില പാതകളിലൂടെ നമ്മെ നടത്തുന്ന ദൈവമാണ്. He leads us through ways that no one else has walked before. ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പാതകളിലൂടെ നടത്തുന്ന ദൈവമാണ്. Ways that nobody else has expected. Hallelujah. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാ. How great are the works of the Lord. ദൈവം ഒരുക്കുന്ന വഴികൾ യുണീക്കാ. The ways that God prepares are unique. നമുക്കുണ്ടാകുന്ന ട്രയൽസ്, The trials that come in our life, subsequently ഉണ്ടാകുന്ന ടെംപ്ടേഷൻ, and the temptations that come along with it. അതിൽ നാം ജയാളികളായി മാറുമ്പോൾ, and when we gain as victors over that, ദൈവം നമ്മെ ആദരിക്കുന്നതും വ്യത്യസ്തമാണ്. even the way that God honors us is different. യോബിന്റെ ജീവിതം ഒരു നല്ല ഉദാഹരണമാണ്. There was a good example in Job's life. നമ്മളൊരു എക്സാമിൽ പങ്കെടുത്ത് 100 മാർക്കോടെ ജയിക്കുമ്പോൾ, when you take an examination and pass with 100 score, 10ാം ക്ലാസ്സിൽ A+ മേടിക്കുമ്പോൾ, when you get an A+ when you pass 10th grade, 11ാം ക്ലാസ്സിലോട്ടാ നമ്മൾ കേറുന്നത്. we are getting into 11th grade. എന്ന് പറഞ്ഞൊരു പ്രൊമോഷനാ. And just like that, a promotion. പിന്നെ നമ്മൾ ജയിച്ച് കേറുമ്പോൾ, and again when we gain victory, അടുത്ത ലെവൽ, അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കേറുക. we are getting into the next class. 12 ചെല്ലുമ്പോൾ, when you get into 12th grade, അവിടെയും എല്ലാം A+ ആണെന്ന് വിചാരിച്ചു. even there imagine to be all A+. നല്ല GPA മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. if you're maintaining a good ആ GPA, പ്രൊമോഷൻ ഒന്ന് ഓർത്തു നോക്കിയേ. കോളേജിൽ ചെല്ലുമ്പോൾ ഫുൾ സ്കോളർഷിപ്പാ. think about the promotion when you go into college with a full ഈ scholarship. ലോകത്തിന്റെ സിസ്റ്റം അങ്ങനാണെങ്കിൽ, and if that's the system of the world, ഒരാത്മമണ്ഡലത്തെ കാണാൻ കഴിയട്ടെ. let's be able to look at the spiritual realm. നമ്മെ വെല്ലുവിളിച്ചു നിൽക്കുന്ന, that is our enemy, നമ്മെ പരാജയപ്പെടുത്താൻ വാതുകെട്ടി നിൽക്കുന്ന, that when the people trying to fail us, പൈശാചിക മണ്ഡലങ്ങൾ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ, when the enemies are fighting against us, ഒന്നിനു പുറകെ ഒന്നായിട്ട് one after the other, ജയിച്ചു മുന്നേറുന്ന ഭക്തരെ, like the saints who are winning victory over them, ദൈവം ഒരുക്കുന്ന ഒരു മാന്യതയുണ്ട്. there is an honor that God prepares for them. ദൈവം ഒരുക്കുന്ന ഒരു കരുതലുണ്ട്. there is a provision that God prepares for ദൈവം them. ഒരുക്കുന്ന ചില പാതകളുണ്ട്. there is a way that God prepares for them. അവിടുന്ന് നമ്മെ
പ്രൊമോട്ട് ചെയ്യുന്നത് ശ്രേഷ്ഠകരമായിരിക്കും. Oh, there the promotion there will be great. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. This morning let's bow our heads. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ.